നമ്മുടെ പുതിയ വീട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ വലിയൊരു സന്തോഷം, ഒരു സർപ്രൈസ് നിറഞ്ഞിട്ടുള്ള ദിവസമാണ്. ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി വാങ്ങണം, പിന്നെ കുറേ പേരിങ്ങനെ കളിയാക്കിയിട്ടാണെങ്കിൽ എന്താണോ ഫോർച്യൂണർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേര് പോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഡ്രീം അതൊന്ന് അച്ചീവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് അക്ഷയ് വടാ പറ്റേ. അപ്പോൾ ഇതിന് മെയിൻ ക്രെഡിറ്റ് എൻ്റെ അനിയനും ഇവനുമാണ്. കാരണം അനിയനാണ് വണ്ടി എടുക്കണേ, നമ്മുടെ വീട്ടിലോട്ടാണ് എടുക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങൾക്ക് ആവശ്യം. പിന്നെ കുറച്ച് കാര്യങ്ങളാണ്, അത് ഞാൻ വഴി എന്തായാലും പറയാം. അപ്പോൾ ഇവൻ്റെ വണ്ടിയാണ്, ഇവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവൻ്റെ പേഴ്സണൽ, ഇവൻ്റെ കുഞ്ഞായിരുന്നു അത്. ആ കുഞ്ഞിനെ ഞാൻ തട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ ഇവനും അനിയനും കൂടെ കൂടിയിട്ട് അത് സെറ്റാക്കി. അപ്പോൾ നമ്മളതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി അച്ചാച്ച വന്നിട്ടാണ്. അച്ചാച്ച അകത്തുണ്ട്, ഫുഡ് കഴിക്കുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു വന്നത്. അതായിരുന്നു ആ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ വണ്ടി ഇപ്പോൾ ഒന്ന് വാഷിങ്ങിനും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുക. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവിടുന്ന് പോകണം. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ബ്രോ. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് ദൈവത്തിൻ്റെ അടുത്ത്. ചിലപ്പോൾ എല്ലാം നല്ലതിനായിരിക്കാം. നല്ലതായിട്ടും എന്താണ് ചാച്ചനാട്ടോ, ചാച്ച വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് അപ്പൊ നീ പറയണ്ടോ? എന്ത് പറയാനാണ്, ഇതെല്ലാം തുടക്കം പറഞ്ഞില്ലേ, ഹൈറേഞ്ച് ഫാമിലിയുടെ തുടക്കങ്ങള് ഇതിന് കാണാൻ പോകുന്നുള്ളൂ അല്ലെ. വന്നോണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. എല്ലാ സന്തോഷങ്ങൾ വരും വരണമല്ലോ. അങ്ങനെ വന്നാലാണ് കാര്യങ്ങള് സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും വരുത്തും. സ്പോൺസർഡ് ബൈ അങ്ങനെ അതൊക്കെ ആയിട്ട് അത് വേറെ ഒന്നുമല്ല ഗൈസ്. അവൻ വന്നു കഴിഞ്ഞപ്പോ ജസ്റ്റ് ഇന്നലെ തന്നെ ചെയ്യാന്നാന്ന് വിചാരിച്ച, പക്ഷെ ഇന്നലെ തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്നൊരു ദിവസം കൂടിയും ഇതൊക്കെ വന്നു. അപ്പൊ സെയിം ഡ്രസ്സും കൊണ്ട് തന്നെ നിൽക്കാനുള്ള ഇത് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ വേറെ ഡ്രസ്സ് ഉണ്ടാകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എന്തായാലും പുതിയ വീഡിയോ കൂടി അല്ലേ, അടുത്ത ദിവസം അല്ലേ. അപ്പൊ ഇന്നലെ ഇട്ട് തന്നെ ഇട്ടുണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് കാണാടാ. ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ചില ബന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇങ്ങനെയാണ് കേസ്. അത് നിങ്ങൾക്ക് അത് അനുഭവത്തിലേ നമ്മൾ പഠിക്കുള്ളൂ. അപ്പൊ എന്തായാലും ഇനി വണ്ടി വരണം. വണ്ടി വാഷിങ്ങിന് കൊടുത്തേക്കല്ലടാ, വാഷിങ്ങിന് കൊടുത്തേക്കണം. അച്ചാച്ച അകത്തുണ്ട്. ഇനി ബാക്കി കുറച്ച് എഗ്രിമെന്റ്, കൂട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും നിയമത്തിന്റെ ഇടയിൽ തന്നെ നടക്കണം. അതല്ലേ അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് അപ്പം വെള്ളം ഇട്ടെന്നും പറഞ്ഞാട്ടോ മെയിനായിട്ട് വെള്ളം പിടിച്ചേ രജിസ്റ്റർ. അപ്പൊ അതേ അച്ചാച്ചി വന്നിട്ടുണ്ട്. അച്ചാച്ചി രാവിലെ വെളുപ്പിനെ അവിടെ നിന്ന് ജീസസിന് പോകുന്നു കേട്ടോ. അപ്പൊ ഇവിടെ എത്തിയപ്പോഴാ ഞങ്ങള് 14 ഇപ്പൊ ഞങ്ങൾ വന്ന് വിളിച്ചുകൊണ്ട് വന്നു. കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു, അത് ചെയ്ത്. ഇനി വണ്ടി എടുത്തിട്ട് ബാക്കി ഇനി വണ്ടി വന്നിട്ട് നമുക്ക് ചേട്ടറെ വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ചേട്ടറെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുക്കണേ. അപ്പൊ എന്തായാലും പ്രാർത്ഥിക്കുക, നന്നായിട്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഇവനും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥന ഞങ്ങൾ ഓർക്കുക അല്ലേ. അപ്പൊ അതൊക്കെയാണ്. അതെ, അങ്ങനെ ചെയ്യണത്. അതെ, ഞങ്ങൾ രാവിലെ തൊട്ട് പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ടൊക്കെ തിരക്കിലായിരുന്നു. അപ്പൊ ചേട്ടൻ കാര്യങ്ങളൊക്കെ സർവീസൊക്കെ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവരും. നേരെ അവിടെ നിന്ന് പോയിട്ട് അടുത്ത വീഡിയോയില് വരാം. ഓക്കെ. നമ്മുടെ വണ്ടി വന്നു. വണ്ടി വീടിന് വിറ്റിട്ടേക്കാം. ചേച്ചാ പോവാം, സെറ്റാക്കില്ലേ? ഇത് അവന്റെ ചേട്ടായ കേട്ടോ, അവൻ ചേട്ടൻ അക്ഷയ് ഞാൻ കൊണ്ടുപോവാ നിന്റെ ആനയെ. സെറ്റാക്കാം. ഇതാട്ടോ വണ്ടി. അപ്പോൾ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ബാക്കി എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞ് പൈസയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അപ്പം മുത്തേ, ഞാനല്ല ഈ കൈ തരേണ്ട, അനിയനാണ്. പക്ഷെ അനിയൻ ഇല്ലാത്തതുകൊണ്ട് ചേട്ടനുള്ള നിലയ്ക്ക് ഞാൻ കൈ തരുക. അപ്പോൾ ഇനി താക്കോൽ ചടങ്ങിലേക്ക് പോയാലോ? പോയി നമ്മുടെ വണ്ടി ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം താക്കോലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അനിലിനെ വിളിച്ച് കാണിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു വീടൊന്ന് കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അമ്മയോടെ വെയിറ്റ് ചെയ്യുകയാണ്. അമ്മ അവിടെ നോക്കിയിരിക്കുക. ഇത് നമ്മുടെ വണ്ടി അമലേട്ടായി. ഇത് അക്ഷയുടെ ചേട്ടനാട്ടോ. ഇത് അറിയാലോ നൻപൻ. അപ്പോൾ ഇത് വണ്ടി താക്കോല് കിട്ടി. പോക്കോട്ടറാ. അപ്പോൾ ഇത് ഞങ്ങൾ പോവാണ്. ഇനി വീട്ടിലോട്ട് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണാം. ചേട്ടായി പോകട്ടാന്നാ. അപ്പോൾ കട നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഇതേ ഞാൻ വണ്ടിയായിട്ട് ഞങ്ങൾ പോകട്ടോ. വണ്ടി അടിപൊളിയാണോ ചേട്ടാ? സൂപ്പർ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു. വേറെ സീനും കാര്യങ്ങളും വണ്ടിയൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഒരു ദിവസം ഞാൻ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അമ്മേനെ എടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ ചെല്ലണം. ഇപ്പോൾ ഞാൻ പെരുമ്പാരുന്ന് കുറുക്കോടി കഴിഞ്ഞു, കോതമംഗലം എത്താറായി. അപ്പോൾ ഒരു വെള്ളമൊക്കെ മേടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴി കാണാം കേട്ടോ. ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിശദീകരിച്ച് എന്തായാലും പറയുന്നതാണ്. അപ്പം ഒരു വെള്ളമൊക്കെ മേടിക്കട്ടെ. ഇത് വെള്ളം മേടിക്കാനൊക്കെ ഇട്ട് പോകാം കേട്ടോ. വെള്ളം മേടിക്കണം. എൻ്റെ ഫോണൊന്നും കുത്തിയിരുന്നു, ഞാൻ ചാർജറൊന്നും എടുത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം മേടിച്ചിട്ട് കേട്ടോ. ചാർജർ ഒന്ന് എടുത്ത് ചാർജർ എടുക്കണം. ചാർജർ എവിടെയാണോ എന്തോ അതിനകത്താണോ എന്തോ നോക്കട്ടെ. ചാർജർ എടുക്കട്ടെ. നാട്ടിവിടെ മുരിക്കാശ്ശേരി എത്തിട്ടോ.
ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി തന്നെ നമ്മുടെ വഴി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ കയറ്റിക്കൊണ്ട് പോകണം. നാളെ പകല് വണ്ടി ഞാൻ ഇവിടെ ഇടുവാണ്. കാരണം രാത്രി നല്ല മഴയാണ്, നല്ല മഴയായിരുന്നു. ഇപ്പം മഴ മാത്രമല്ല നല്ല ഇരുട്ടും കൂടെ ഉണ്ട്. ആ വീട്ടിലെ വഴി കയറി പോകണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ അതേ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് സേഫായിട്ട് നമ്മൾ നന്ദനസ്ഥലത്തിലൂടെ ഇവിടെ നമുക്ക് പാർക്കിങ് ഇല്ല കേട്ടോ. അമ്മേ വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി എങ്ങനെയുണ്ട്? അനിലിൻ്റെ വണ്ടി കേട്ടോ. ബാ റേച്ചോട്ടാ, അത് പാറ്റ, അത് ചുറ്റി പാറ്റാട്ടോ അത്. വണ്ടി എങ്ങനെയുണ്ടെണ്ണാ? റോസേച്ചി വണ്ടി എങ്ങനെയുണ്ട്? ആണോ? ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. വണ്ടി കൊണ്ടുവന്നില്ല. വണ്ടി കൊണ്ടുവന്നു വെച്ചാൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. പിന്നെ പകൽ കൊണ്ടുവന്ന് നമ്മളൊന്ന് കൈ ഇതായി കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ വന്ന വഴിയൊക്കെ കാണിച്ചില്ല. പണ്ട് ഞാൻ സ്കൂർപ്പിക്കോട്ട് വന്നൊരു സാഹസമൊക്കെ കാണിച്ചാ. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. വണ്ടി കഴിഞ്ഞിട്ടില്ലേ? അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞാൽ ഈ വണ്ടി എടുത്തത് ഞാനല്ല അതിൻ്റെ ഓണർ. വണ്ടി എൻ്റെ അനിയനെടുത്താണ്. അവനും നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി എടുത്താണ്. അപ്പോൾ ഇവിടെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വണ്ടിയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതാണ്. അപ്പോൾ അവൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വണ്ടി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു വണ്ടി. അപ്പം അവൻ കുറേ നാളായിട്ട് അത് എടുക്കാൻ വേണ്ടി ഇരുന്നൊരു വണ്ടിയാണ്. അപ്പം നമുക്ക് നല്ല രീതിയിൽ അക്ഷയുടെ ഇതിലും കിട്ടി. അപ്പോൾ അങ്ങനെ കിട്ടിയോണ്ട് നമ്മൾ ആ വണ്ടി എടുത്താണ് കേട്ടോ. അപ്പോൾ ലോണും കാര്യങ്ങളാണ്, അല്ലാണ്ട് റെഡി കാശ് അതായിക്കോട്ടെ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരിക്ക് നമ്മളൊക്കെ വരുള്ളൂ. ആ വരുമ്പോൾ വരെ അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിലോട്ട് വണ്ടി എടുക്കണം. അപ്പോൾ ചേട്ടാ എടുത്തോളം പറയാം. അത് ഇനി പോയാലും നമ്മുടെ ഇവിടെ ഉണ്ട്, വണ്ടി ഇവിടെ ഉണ്ട്. വണ്ടി നമ്മൾ തന്നെ നോക്കണേ. അപ്പോൾ അതിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എന്തായാലും വഴിയെ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ പറയാം. അമ്മച്ചി അച്ചാച്ചയും അമ്മച്ചിക്ക് വരാൻ പറ്റാത്തന്നായിരുന്നു. ആകെ വയ്യാറ്, പിന്നെ കടയിലും വരണമായിരുന്നു. അപ്പൊ ഇനി എന്തായാലും നമ്മൾ വീഡിയോയിൽ നമുക്ക് സിനിമ കാണാൻ പോകണം. സിനിമ കാണാൻ പോകണമെങ്കിൽ എൻ്റെ ഒരു വലിയൊരു താങ്ക്സ്. കാരണം അവനില്ലെങ്കിൽ നമുക്ക് ഈ വണ്ടി കാര്യങ്ങളും കിട്ടില്ല. കാരണം അവൻ ഉപയോഗിച്ചിട്ട് അവൻ്റെ പേഴ്സണൽ വണ്ടിയാണ്. അപ്പൊ അവൻ നമുക്ക് തന്നാണ്. അപ്പൊ അല്ലേ ചേട്ടാ? അപ്പം ഇത്രേ ഉള്ളൂ. അതെ, നമ്മളെ കൊണ്ട് പറ്റൂന്നേ. പിന്നെ പറ്റില്ല തന്നെ സീസി നമ്മളടയ്ക്കും. ദൈവം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. വണ്ടി എങ്ങനെയുണ്ടാ? നീ നിന്റെ ആഗ്രഹം പറഞ്ഞു, ഞാനത് സെറ്റാക്കി തന്നു. എങ്ങനെയുണ്ട്? ഇവനാണ് കേട്ടോ, ഈസ് ദ ഓണർ ഓഫ് ദ വെഹിക്കിൾ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ബ്രോ. അപ്പൊ ശരിടാ, വണ്ടിയേ ഞാൻ നന്ദനയുടെ അവിടെ ഇട്ടേക്കുവാ. നാളെ പകല് കെട്ടിക്കൊണ്ട് വരാം. പിന്നെ ഒരു കാര്യം കേട്ടോ, വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു കൊച്ചിനെ കാണിച്ചു തന്നിട്ടില്ല, അതായത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ല എന്നല്ല പറഞ്ഞേ. എനിക്ക് കാണാൻ അതിന് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെ വീട്ടിലോട്ടൊന്നും പോകാനുള്ള ഇതില്ല. അപ്പോൾ കൊച്ചിന് അംഗൻവാടി വന്നിട്ടില്ല. അംഗൻവാടി വരാത്തതുകൊണ്ടാണ് ഞാൻ കാണാത്ത കേട്ടോ. അതുകൊണ്ടാണ് അത് ഇപ്പോഴും എടുത്തു പറയുന്നത്. അംഗൻവാടിയിൽ വന്നിട്ടുണ്ടായില്ല. പിന്നെ പക്ഷേ കൊച്ചിനെ എനിക്ക് അംഗൻവാടി പോയി കാണുന്നുണ്ടായിരുന്നു. അംഗൻവാടി കണ്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇത് വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജീവിതത്തിൽ വലിയൊരു സന്തോഷം കേട്ടോ. അപ്പോൾ ദൈവത്തിനൊക്കെ നന്ദി, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പ്രാർത്ഥിക്കുക, കൂടെ ഉണ്ടാവുക. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ.